അമ്മി ഹായ്, ഞാൻ താഴ്ചാടി പോവേ. സുഖല്ലേ? ഇവന് ഈ കാട്ടിൽ ബുക്കൊക്കെ വെച്ച് എന്ത് ചെയ്യാന്നല്ലേ? ഒരു Q&A വീഡിയോ ഉണ്ടായിരുന്നു, ഓർക്കണ്ടോ? ഇന്നലെ ഇല്ലേ. സോ ഗൈസ്, നമ്മളിന്ന് Q&A ഇടാന്ന് വിചാരിച്ചു. ഒരു ഷർട്ടും പാൻറ്റും എടുത്ത് കയറ്റിയിട്ട് ഈ ബുക്കും എടുത്ത് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുക. നമ്മളിന്ന് Q&A വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാവശ്യം ചെയ്ത് അന്ന് എന്തായിരുന്നു 10K ആയപ്പോഴാണ് ഞാൻ Q&A ചെയ്തത്. എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഭയങ്കര റോ ആയിട്ട് തോന്നുന്നുണ്ടോ? ലൈക്ക് എന്തെങ്കിലും ബോറടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഓവറായിട്ട് എഡിറ്റ് ഒന്നും ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് കാണാലോ എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ Q&Aയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ബാ. എനിക്ക് Q&Aയിൽ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യനാണ്, അംബീഷൻ എന്താണ്, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എൻ്റെ അംബീഷൻ, എനിക്ക് ഓരോ സമയത്ത് ഓരോ അംബീഷനായിരുന്നു. എനിക്ക് കറൻ്റ്ലി ഉണ്ടായിരുന്നത്, ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നത് ആനിമേഷൻ ഡയറക്ടർ ആണെന്നായിരുന്നു, ആനിമി ഡയറക്ടർ ആണെന്നായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി വ്ളോഗിങ്. എൻ്റെ പാഷൻ വ്ളോഗിങ്, സോഷ്യൽ മീഡിയ, റീല്, ബ്ലോഗർ ഗെയിമിങ് ആ ഒരു സാധനമാണ് എനിക്ക് പാഷൻ. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഫ്യൂച്ചർ പ്ലാൻ. ഫ്യൂച്ചർ ഒന്നും എൻ്റെ കയ്യിലില്ല മകനെ, ഫ്യൂച്ചർ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പോലും വിചാരിക്കണം എൻ്റെ ചാനൽ 100K അടിച്ചിട്ട് ഇപ്പം ഈ ആ ഒരു രീതിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. എനിക്ക് ഈ സാധനം എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ പോകണം. പിന്നെ എനിക്ക് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? കമന്റ് ഇടണം, നിർബന്ധമായി കമന്റ് ഇടണം, കമ്പൽസറി. മറ്റേ അറ്റൻഡൻസ് ഒക്കെ പോലെ. ഡെയിലി വ്ളോഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ കാണും. ഡെയിലി വ്ളോഗ് ഞാൻ ഇടണം ഇതുപോലത്തെ സാധനമായിരിക്കും, ഭയങ്കര റോ ആയിരിക്കും. എൻ്റെ ഡെയിലി വ്ളോഗ് ഒക്കെ ഇട്ടാൽ നിങ്ങൾ കാണുമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വേണം എന്ന് കമന്റ് ഇടാം. പക്ഷേ ഈ വേണമെന്ന് പറയണമാരെല്ലാവരും കാണണേ എൻ്റെ മുഖം കണ്ട് ഞാൻ ക്ലിക്ക് ചെയ്തോണം. അല്ലെങ്കിൽ ശ്രീ എന്ന് പറഞ്ഞ ചാനലിന്റെ പേര് കണ്ടി അപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും, വ്ളോഗ് ഷോർട്സ് ആയിരിക്കില്ല. ക്ലിക്ക് ചെയ്തോണം, മൊത്തം ഇരുന്ന് കാണണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അൺബോക്സിങ് എപ്പോഴാണ്? അൺബോക്സിംഗ് ഉദ്ദേശിച്ചാൽ പ്ലേ ബട്ടണ ഒരു ഒരാഴ്ച, 1.5 മാക്സിമം അത്രേ പോകുള്ളൂ. 1.5 നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ഇന്നേ വരെ കാണാത്ത, ഇന്ത്യയിലോ കേരളത്തിലോ ഇന്നേ വരെ കാണാത്ത ഒരു രീതിയിലായിരിക്കും ഞാൻ അത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എഴുതി വെച്ചോ, ഇറ്റ്സ് നോട്ട് ഗോണ ബി എ നോർമൽ അൺബോക്സിങ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഹൗ സ്റ്റാർട്ട് യൂട്യൂബ്? എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്? ഞാനിത് ബ്രീഫ് കമന്റ് അതുപോലെ തന്നെ എല്ലായിടത്താണ്. മീനിങ് എന്താണോ ചെറുതായിട്ടാണ് ഞാൻ എഴുതി വെച്ചാണ്, കാണാവോ? ഭയങ്കര ഷോർട്ടായിട്ടല്ല എഴുതി വെച്ചാണ്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ? യൂട്യൂബ് ചാനൽ, എനിക്കൊരു യൂട്യൂബ് ചാനൽ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കുറെ നാൾ പണ്ട് ഒരു ചാനൽ തുടങ്ങി, നിർത്തി. പിന്നെ ഞാൻ അന്നൊക്കെ ആർക്കായിട്ട് നിർത്തിയതാണ്. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും തുടങ്ങി. ഇപ്പം ഇങ്ങനെ പോകുന്നു. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല തുടങ്ങാൻ. നിങ്ങൾക്ക് ഈ സാധനം തുടങ്ങാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങ് തുടങ്ങിക്കോ. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക്. സുഖമാണോ? നല്ല രീതിയിൽ സുഖം കുറച്ച് കൂടുതലാണെങ്കിലും ഉള്ളു. ഓക്കെ. പിന്നെ ഫാമിലി ആരൊക്കെ ഉണ്ടെന്നാണോ, അങ്ങനെ ഫാമിലി എങ്ങനെ പോകണമെന്നാണോ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ. നമ്മൾ നല്ല സുഖമായി പോകുന്നു, നല്ല സന്തോഷമായി പോകുന്നു. ഓക്കെ, അടുത്തത് മറ്റേ OG സബ്സ്ക്രൈബർ ആണ്. ലൈവ് എന്താ വരാത്ത? അതാണെന്ന് തോന്നണം. ലൈവ് വരാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇട്ട ലോങ് വീഡിയോ ഉണ്ടായിരുന്നോ? ഞാൻ മറ്റേ യൂട്യൂബൊക്കെ നിർത്താൻ പോകുന്ന പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു 13 മിനിറ്റുള്ള ഫുൾ പക്ക ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അത് പോയി കണ്ടു നോക്ക്, മനസ്സിലായി. ഞാൻ വല്ല താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മുകളിലോ അല്ല ഇപ്പൊ കണ്ണും അല്ല വരെയായിരിക്കും എവിടെയെങ്കിലും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കാതെ വയ്ക്കാം. സോ എക്സ്പെക്റ്റഡ് പ്ലേ ബട്ടൺ അല്ല. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്ലേ ബട്ടൺ എക്സ്പെക്ട് ചെയ്തിരുന്നോ എന്ന്. എനിക്ക് എൻ്റെ എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഈ വർഷം തീരാൻ നേരത്തെ, അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി, ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോഴായിരുന്നു ഞാൻ സിൽവർ പ്ലേ ബട്ടൺ ശരിക്കും എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ എൻ്റെ എന്താ പറഞ്ഞേ, എൻ്റെ എക്സ്പെക്ടേഷനൊക്കെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പിള്ളേരൊന്നും ഞെക്കി പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു. സോ ഞാൻ എക്സ്പെക്ട് ചെയ്ത ടൈമിലല്ല അത് കിട്ടിയത്, വളരെ നേരത്തെ ചെയ്തത്. ഭയങ്കര സന്തോഷമുണ്ടേ. സോ അടുത്ത ദിവസം നോക്കാം. ഇയർ സ്റ്റാർട്ടഡ്, ഏത് വർഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ 6 വർഷം മുമ്പായിരുന്നു. ബട്ട് ഈ ചാനൽ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-നാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അതും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് ജനുവരി 17-ാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഹൗ ഐഡിയ യൂട്യൂബ്? എങ്ങനെയാണ് യൂട്യൂബിന് ഐഡിയ കിട്ടിയത്? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. യൂട്യൂബിന് ഐഡിയ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ തന്നെ. എനിക്ക് ചാനൽ തുടങ്ങുന്നു ഞങ്ങൾ തുടങ്ങി. പിന്നെ കുറെ ആൾക്കാർ ഈ കണ്ടന്റ് ഒക്കെ ഇവിടുന്ന് കിട്ടണതാണ്. കണ്ടന്റ് ഒക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ ഒരു കണ്ടന്റ് ഞാൻ ഒരു കോമഡി ആയിട്ട് രീതിയിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഞാൻ ചെയ്യും.
അല്ലെങ്കിൽ ഞാൻ ചുമ്മാ റീലൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഓ ഇതിന്റെ അകത്ത് ഇങ്ങനെ എലമെന്റ് ഉണ്ടാകുന്ന എന്റെ രീതി ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും. അതങ്ങനെയൊക്കെ ഐഡിയ കിട്ടുന്നത്. പിന്നെ ഐഷുനി കുറെ ആയി പറയണു. എന്നാ പിന്നെ ഹായ് ഐഷു, പിന്നെ സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുഖാണ്. പിന്നെ പ്ലേസ് എവിടെയാ, എന്റെ സ്ഥലം എവിടെയാ? സ്ഥലം എറണാകുളം. പറഞ്ഞു മടുത്തു. ഇതിപ്പോ ഒരുമിച്ച് പറയാം. എന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ഏജ് ചോദിച്ചിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ട്, ഏജും ചോദിച്ചിട്ടുണ്ട്. എന്റെ ഏജ് 18ആണ്. എനിക്ക് 18 വയസ്സാണ്. എന്റെ വീട് എറണാകുളത്താണ്. ആൻഡ് എന്റെ പേര് ദേവദർശസ് നായർ എന്നാണ്. അമ്പാടിന്ന് ഭയങ്കര വീട്ടിൽ വിളിക്കുന്ന പേര് അമ്പാടി എന്നാണ്. പിന്നെ അടുപ്പമുള്ള ഒരു ദേവാന്ന് വിളിക്കും. പക്ഷെ അങ്ങനെ ആരും വിളിക്കാറില്ല. എനിക്ക് അങ്ങനെ എല്ലാവരും ആ പേര് എല്ലാവരും വിളിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അതാണ് അതൊക്കെ. പിന്നെ സിയാൻ എന്നാണ് തോന്നുന്നു പേര്. സിയാൻ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് December 18, 2007. 18/12/2007. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് നിനക്കൊക്കെ? എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ? കറന്റ് എനിക്ക് ഫ്രണ്ട്സ് ഹീറോയാ. ഞാൻ അങ്ങനെ ആരായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ആ വഴിക്ക് പോയി. കോണ്ടാക്ട് ഒന്നുമില്ല. എന്നെ ഇങ്ങോട്ട് വിളിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല. പിന്നെ അതൊക്കെ മെനക്കേടാ പറഞ്ഞു പോയി കഴിഞ്ഞു. അമ്മ ഓജിയാണോ നീ? എടാ നിങ്ങൾ ലൈവ്, എനിക്ക് അറിഞ്ഞൂടാ ലൈവിൽ കെട്ടത്. എടാ എന്റെ സ്വന്തം അമ്മയാടാ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരുത്തേണ്ട വല്ല ആവശ്യമുണ്ട് എനിക്കുണ്ടോ? എന്റെ ഓജി അമ്മയാണ് ശ്രീദേവി ബി നായർ. ദാറ്റ് ഈസ് മൈ ഓജി അമ്മ. ഒറിജിനൽ. ഡ്യൂപ്ലിക്കേറ്റ്. എടാ എന്താണ് നിനക്കൊക്കെ? ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു മര്യാദയൊക്കെ ഇല്ലേ? പിന്നെ ആക്ടിങ്. എന്റെ ആക്ടിങ്ങിനൊന്ന് ഫാൻസാ പറയും. ഒരാളൊക്കെ സിനിമയിലൊക്കെ കയറി മറന്നു വരുന്നു. എന്റെ പൊന്നടേ, എന്നെ ഒന്നാമത്തെ കാര്യം എന്നെ സിനിമയിൽ ആരും വിളിക്കാൻ പോകണം ഈ അഭിനയിച്ച്. രണ്ടാമത്തെ കാര്യം വിളിച്ചാലും പോകത്തില്ല. എനിക്ക് താല്പര്യമില്ല. നോ ഇൻട്രസ്റ്റ് ഇൻ ആക്ടിങ്. ഓക്കെ, അല്ല ആക്ടിങ് ഇൻട്രസ്റ്റ് ആണെന്നല്ല, മറ്റേ ബിഗ് സ്ക്രീൻ ഒട്ടും താല്പര്യമില്ല. റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അടുത്ത കാര്യം, ജോബ് ഓർ സ്റ്റഡി. രണ്ടും ഞാൻ ഇപ്പൊ ചെയ്യണം. എനിക്ക് ജോലിയില്ല, ഞാൻ പഠിക്കണമില്ല. ഞാൻ +2 കഴിഞ്ഞു. അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് പറഞ്ഞില്ല. ഒരു സംഭവം ഉണ്ട്. വീണ്ടും ഏജ് 18. നെയിം ദേവദർശ്. അടുത്തത് ഹെയർ സീക്രട്ട്. ഈ മുടി നീ കണ്ടോ? കാണാവോ? മുടിയെ കാണാവല്ലോ. ഈ മുടി കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യേണ്ടത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിന് ഞാൻ എന്തെങ്കിലും സീക്രട്ടായിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടാ ഒന്നും ഞാൻ ചെയ്യലടാ. വല്ലപ്പോഴും തല നനച്ച് കുളിച്ചു, അത്രേ ഉള്ളൂ. ഇതിനൊരു ഹെയർ സീക്രട്ടും ഇല്ല. ഞാൻ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ കുറെ മുടി എന്നെ കയ്യിലിരിക്കും. ഹെയർ സീക്രട്ട് എന്നൊക്കെ. പിന്നെ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ. എനിക്ക് രണ്ടും ഇഷ്ടം. എനിക്ക് ക്രിക്കറ്റും ഇഷ്ടം, ഫുട്ബോളും ഇഷ്ടം. പക്ഷെ ഇത് രണ്ടും ഞാൻ കാണാറില്ല. ഞാൻ ഫിഫ കാണുമായിരുന്നു. ഫിഫ ആയിട്ട് വേൾഡ് കപ്പ് കാണുമായിരുന്നു. ഫൈനൽ മാച്ച് മാത്രം. രണ്ടും എനിക്ക് ഇഷ്ടം, പക്ഷെ രണ്ടും കാണാറില്ല. ചിങ്കിച്ചിക്ക. ആരടാ എന്റെ അടുത്ത് എന്നെ ചീത്ത വിളിച്ചേ? അതും പോയി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, iPhone 17 Pro Max ഓർ iPhone 18 Pro Max. I have a OnePlus Nord 4. നീ OnePlus Nord 4 എന്റെ ലീഗയുടെ ഫോൺ. ഈ രണ്ട് ഫോണും, അതായത് ആ ചോദിച്ചത് അൺബോക്സിങ് iPhone 17 Pro Max ഓർ 18 Pro Max. അതൊന്നും അല്ല ഞാൻ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞത്. എന്റെ പ്ലേ ബട്ടറാ. ഐഫോണൊക്കെ ഇല്ലേ നമുക്ക് നോക്കാം. പിന്നെ ഡിസ്ട്രിക്ട് എറണാകുളം. അപ്പൊ ഇതിൻ്റെ അകത്ത് കട്ടൊന്നുമില്ല, ഭയങ്കര റോ വീഡിയോ അല്ലേ. ഇത് ഫുള്ള് കണ്ടുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾ എന്റെ OG സബ്സ്ക്രൈബറാണ്. ഇത് ഫുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ OG സബ്സ്ക്രൈബറാ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ ക്യാരക്ടേഴ്സുമായിട്ട് എന്റെ റിയൽ ലൈഫ് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ട, മേ ബി ഇതൊരു 50 പേരാക്കി മാക്സിമം കാണുന്നത്. 50 പേരെങ്കിൽ 50 പേര്. ആ 50 പേര് എന്റെ കൂടെ ഉണ്ടല്ലോ. ഏത് 50 പേര് ഫുള്ള് കണ്ടല്ലോ. 50 പേരായിരിക്കും ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്ന ആൾക്കാർ. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞേ, മറ്റേ ഡെയിലി വ്ളോഗിന്റെ കാര്യം ഒന്ന് കമന്റ് ഇട്ടണം. നമുക്ക് ഡെയിലി ഈ വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഈ വീടിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിച്ച് ഡെയിലി വ്ളോഗ് ആയിട്ടിടാം. പിന്നെ പുറത്തൊക്കെ പോകും. ഇപ്പൊ തന്നെ ഒരു പുറത്തൊക്കെ പോകുന്ന ഒരു പരിപാടി ഉണ്ട്. ഡെയിലി വ്ളോഗ് വേണോ പറ? ഡെയിലി വ്ളോഗ് കമന്റ് ചെയ്യണം. എനിക്കൊരു ഡെയിലി വ്ളോഗ് സീരീസ് പോലെ ഇതൊക്കെ കാർത്തിക് സൂര്യ, നെക്സ്റ്റ് ജനറേഷൻ കാർത്തിക് സൂര്യ, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഏത് അപ്പൊ നിങ്ങള് കമന്റ്സ് ഇടാ, പിന്നെ ലൈക്ക് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കണ്ണവരെല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എന്നാ പിന്നെ ഇത് ഔട്ട്രോ പറഞ്ഞാൽ പോരെ. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കണ്ണവരെ ബൈ. കമന്റ് ഇടാൻ മറക്കല്ലേ.